എനിക്കങ്ങ് ഭ്രാന്ത്. എൻ്റെ സ്ക്രിപ്റ്റ് കൊണ്ടിരിക്കണം, എനിക്ക് ഭ്രാന്തായി. ഞാൻ പറയും സാറേ പറ്റില്ലെങ്കിൽ ആ സ്ക്രിപ്റ്റ് ഞാൻ കൊടുത്തു വിടാൻ പറഞ്ഞു. ഒരു ക്ഷമിക്കട്ടെ, നമ്മളിങ്ങനെ ഒരു പോകല്ലേ അത്. അപ്പോൾ അത് പോയപ്പോൾ എത്ര 6 മാസം 1 വർഷമായി. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യമൊക്കെ കാണാനായിട്ട് പോയി, കാരവൻ്റെ അവിടെയൊക്കെ പോയി കുറച്ച് നിൽക്കുക എന്ന് പറയുമ്പോൾ എനിക്കൊരു വയല്ലാതെ ഈ യൂണിറ്റ് വരെ കാണുമ്പോൾ ചോദിക്കും എന്താ ചേട്ടാ കണ്ടില്ലേ എന്ന് ചോദിക്കും. നമുക്കൊരു നാണക്കേട്. ഉണ്ണിമൂന്നൻ്റെ അടുത്ത് എന്ന് ഈ കഥ പറഞ്ഞു. ഉണ്ണിമൂന്നിന് കഥയൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഉണ്ണിമൂന്നൻ വെള്ളത്തിലിറങ്ങാൻ ബുദ്ധിമുട്ടാണ്, വെള്ളത്തിനകത്താണ് ഈ സിനിമ മൊത്തം. ഞാൻ പൃഥ്വിരാജിനോടൊരു കഥ പറഞ്ഞിരുന്നതാണ്. സത്യം പറയാൻ പൃഥ്വിരാജ് എന്നോട് വളരെ, അതാണ് ഞാൻ സിനിമ ചെയ്യാൻ ലേറ്റായി പോയത്. അത് ഞാൻ പറയാം. തൊമ്മൻകുത്ത് എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ പൃഥ്വിരാജിനെ വെച്ച് ചെയ്യാനായിട്ട് പൃഥ്വിരാജിനോട് കഥ പറഞ്ഞു. പൃഥ്വിരാജ് ആദ്യം ഒരു 25% ഓക്കെ ആയിരുന്നു. പിന്നെ അത് 1-2 സ്ഥലത്ത് ഞാൻ പൃഥ്വിരാജ് വിളിച്ചിട്ട് ഞാൻ പോയി പൃഥ്വിരാജുമായിട്ട് ഈ കഥ ഡിസ്കസ് ചെയ്തു. പുള്ളി വിളിച്ച് വരുത്തി. പുള്ളി എനിക്ക് ആലപ്പുഴ ഭീമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആലപ്പുഴ ഒരു കായല്ലായിരുന്നു. എനിക്ക് പ്രത്യേക ബോട്ട് അയച്ച് എന്നെ വിളിപ്പിച്ചു. അവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞു. അയാളുടെ വണ്ടിയിൽ എന്നെ എറണാകുളത്ത് കൊണ്ടുപോയി. അത്ര വരെ നമ്മൾ ഈ കഥ ഡിസ്കഷൻ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ എനിക്കൊരു നല്ല പ്രതീക്ഷയായിരുന്നു. അത് ഞാൻ അങ്ങനെ എഴുതി റെഡിയാക്കി, സംഭവമൊക്കെ റെഡിയായി. വന്നപ്പോൾ രാജുവിന് ഒരു പ്രശ്നം വന്നത്, ബ്ലസ്സി ചേട്ടൻ്റെ പടം ആടുജീവിതം കയറി വന്നു. ആടുജീവിതം വന്നപ്പോൾ അതിനുവേണ്ടി 2 വർഷം ബോഡി ഒന്ന് സെറ്റപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ രാജു ചെറുതായിട്ടൊന്ന് എഴഞ്ഞപ്പോൾ ഞാൻ 2-3 പ്രാവശ്യമൊക്കെ കാണാനായിട്ട് പോയി, കാരവൻ്റെ അവിടെയൊക്കെ പോയി കുറച്ച് നിൽക്കുക എന്ന് പറയുമ്പോൾ എനിക്കൊരു വയല്ലാതെ ഈ യൂണിറ്റ് വരെ കാണുമ്പോൾ ചോദിക്കും എന്താ ചേട്ടാ കണ്ടില്ലേ എന്ന് ചോദിക്കും. നമുക്കൊരു നാണക്കേട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് അവിടെ 2 ദിവസം പോയായിരുന്നു. 2 ദിവസം പോയി. 2 ദിവസം പോയപ്പോഴത്തേക്ക് രാജു അറിയില്ല. ഈ മേക്കപ്പിലെ പയ്യൻ രാജുവിൻ്റെ അസിസ്റ്റൻറ്റ് പറയും സാറെന്തോ അവർ അകത്ത് കയറിയിരുന്ന മൊബൈൽ നോക്കലായിരിക്കുമല്ലോ പരിപാടി, മൊബൈലോ അതൊക്കെ ആയിരിക്കും എന്തെങ്കിലും പരിപാടി. ഞാൻ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് അത് നോക്കിക്കൊണ്ടിരിക്കും. സാറെന്തോ സീരിയസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കും. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് 2 മിനിറ്റ് 20 മിനിറ്റ് ആവും, 2 മണിക്കൂറാവും. അപ്പോൾ എന്ത് ചെയ്യും, എനിക്കത് ഞാൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞു ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാജുവിനോട് ചോദിച്ചിട്ട് ഞാൻ വന്നിട്ട് വിളിക്കാൻ പറയാമെന്ന്. അങ്ങനെ ഒരു ദിവസം എന്നെ വിളിച്ചു. ഞാൻ പോയി സംസാരിച്ചു. പറഞ്ഞു ഞാനാണ് എനിക്ക് 2 വർഷം ഈ പ്രശ്നമുണ്ട്, ഈ പടം കമ്മിറ്റ്. പക്ഷേ ആ പടവും പുള്ളി ചവിട്ടി. അപ്പോഴാണ് ലാലേട്ടൻ്റെ ലൂസിഫർ എന്ന് പറഞ്ഞ പടം ചെയ്യാനായിട്ട് പുള്ളി ഡയറക്റ്റ് ചെയ്യാനായിട്ട് ഡേറ്റ് കിട്ടുന്നത്. അതോടുകൂടി ഈ 2 പടവും ചവിട്ടി. പക്ഷേ ലൂസിഫറിൻ്റെ സെറ്റിൽ വെച്ച് ഞാൻ ഈ പടം മോഹൻലാലിനെ കൊണ്ട് ടൈറ്റിൽ ലോഞ്ച് ചെയ്തു. വേറെ ആരെ കൊണ്ട് ചെയ്യാൻ? നമ്മുടെ ഉണ്ണിമൂന്നനെ ചെയ്യാം. ഉണ്ണിമൂന്നൻ്റെ അടുത്ത് എന്ന് ഈ കഥ പറഞ്ഞു. ഉണ്ണിമൂന്നിന് കഥയൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഉണ്ണിമൂന്നൻ വെള്ളത്തിലിറങ്ങാൻ ബുദ്ധിമുട്ടാണ്, വെള്ളത്തിനകത്താണ് ഈ സിനിമ മൊത്തം, അണ്ടർ വാട്ടറാണ്. തൊമ്മൻകുത്തെന്ന് കേട്ടിട്ടുണ്ടോ? ആ സ്ഥലമാണ് ഭയങ്കര ഡേഞ്ചറസ്, അപകടം പിടിച്ച സ്ഥലമാണ്. അത് നമ്മൾ ആതിരപ്പള്ളിയിലാണ് ഷൂട്ട് ചെയ്തത്. വെള്ളത്തിനകത്താണ് ഈ സിനിമ. അപ്പോൾ ഉണ്ണിമൂന്ന് പറഞ്ഞു എനിക്ക് വെള്ളത്തിൽ ഭയങ്കര പ്രശ്നമാണ്. പണ്ട് മമ്മൂക്കയുടെ മേക്കപ്പ് ജോർജിൻ്റെ ഒരു പടത്തിൽ ഞാൻ വെള്ളത്തിൽ അഭിനയിച്ച് വെള്ളത്തിൽപ്പെട്ടു, വയനാട് കണ്ട പെട്ടുപോയി. വെള്ളത്തിൽ അഭിനയിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അതോടുകൂടി നമ്മൾ ഡെസ്ക് പൈപ്പ് ഞാൻ അഡ്വാൻസും കൊണ്ട് പ്രൊഡ്യൂസറെ കൊണ്ട് പോയതാണ്. അന്ന് ഉണ്ണിമൂന്നൻ ശരിക്കും പറഞ്ഞാൽ ഉണ്ണിമൂന്നൻ ശരിക്കും പറഞ്ഞാൽ വെറും വാടക വീട്ടിൽ കഴിയുന്ന അവസ്ഥയാണ്. എന്നിട്ടും അഡ്വാൻസ് വാങ്ങിച്ചില്ല. അന്ന് 25,000 അഡ്വാൻസ് വാങ്ങിച്ചിരുന്നെങ്കിൽ 25,000 അഡ്വാൻസ് കൊടുക്കാനായിട്ട് പോവാം. വാങ്ങിച്ചിരുന്നെങ്കിൽ ആ പ്രോജക്റ്റ് നടന്നു വരാം. വലിയ പ്രോജക്റ്റ് അത്. പക്ഷേ എന്ത് ചെയ്തു, നടന്നില്ല. നടക്കാതെ വന്നപ്പോൾ എൻ്റെ മനസ്സങ്ങ് പോയി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അങ്ങനെയാണ് ഈ ഹോട്ടൽ ഫീൽഡിലേക്ക് വന്നത്. അപ്പോൾ വിചാരിച്ച് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ച് കഥയൊക്കെ എഴുതി 10 വർഷം. ഈ ഹോട്ടൽ ഫീൽഡ് വന്നു കഴിഞ്ഞപ്പോഴാണ് എന്നോടൊരാൾ പറഞ്ഞു ഈ കഥ നമ്മുടെ സമുദ്രകന്യെ കൊണ്ട് ചെയ്ത ഗംഭീരവും. സമുദ്രകന്യെ വെറുതെ ഒന്ന് വിളിച്ചപ്പോൾ പുള്ളി എടുത്തപ്പോൾ പറഞ്ഞു ഞാൻ എറണാകുളത്തുണ്ട് വന്നാൽ കാണാം. അങ്ങനെ ഞാൻ എറണാകുളത്ത് പോകുന്നു. ഇത് ആരെ ഷൂട്ടിംഗ് ലൊക്കേഷനാണെന്ന് ഞാൻ ചോദിച്ചില്ല, പറഞ്ഞില്ല. എറണാകുളത്തിൻ്റെ സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒപ്പത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനായിരുന്നു. ഞാനവിടെ ചെന്ന് അപ്പോൾ ചെന്നപ്പം എനിക്ക് സമുദ്രകന്യെ പരിചയമില്ല, പുള്ളിക്ക് എന്നെയും പരിചയമില്ല. നമ്മൾ മീറ്റ് ചെയ്തിട്ടില്ല. അവൾ സിനിമ നടനാണെന്നുള്ള ഇതേ ഉള്ളൂ. ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്കൊരു ക്രെഡിറ്റ് കിട്ടിയെന്ന് വെച്ചാൽ എന്നെ ലാലേട്ടൻ്റെ സെറ്റായിട്ട് ലാലേട്ടൻ കണ്ടു. ലാലേട്ടൻ ഞാനുമായിട്ട് കുറേ സമയം ഷൂട്ടിംഗ് ഫ്രീ ആയിരുന്നു. ലാലേട്ടനുമായിട്ട് കുറേ സമയം സംസാരിച്ചു. കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇവൻ്റെ കാര്യമൊക്കെ ചോദിച്ചു, അപ്പുവിൻ്റെ കാര്യമൊക്കെ ഞാൻ ചോദിച്ചു, മോൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് കണ്ടപ്പോൾ സമുദ്രകന്യക്ക് മനസ്സിലായി ആൾ അത്യാവശ്യം ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണെന്ന് മനസ്സിലായി. രണ്ടാമത് ബി ഉണ്ണികൃഷ്ണൻ അന്നും ഉണ്ടായിരുന്നു, ആൻ്റണി ചേട്ടൻ ഉണ്ടായിരുന്നു, പിന്നെ ഇദ്ദേഹം പ്രിയദർശൻ സാറ്, അവരുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി അത്യാവശ്യം. അങ്ങനെ പുള്ളി എന്നെ വിളിച്ച് എനിക്ക് ആ റെസ്പെക്റ്റൊക്കെ തന്നെ എന്നെ വിളിച്ച് മാറ്റിക്കൊണ്ടിരുത്തി കഥയിലൊരു ത്രെഡൊക്കെ കേട്ടു. സാർ ரொம்ப நல்லா இருக்குது. ഞാൻ പറയും എൻ്റെ പ്രൊഡ്യൂസറില്ല, ഞാൻ തമിഴിൽ ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തിലാണ് പറഞ്ഞത്.
തമിഴിലും മലയാളത്തിലും കൂടെ ചെയ്യാം എന്നുള്ള ഉദ്ദേശിച്ചാണ്. പ്രൊഡ്യൂസറിൽ അത് നിങ്ങൾ ഭയപ്പെട വേണ്ട, ഞാൻ എല്ലാം അറേഞ്ച് பண்ணலாம், நீங்கள் ஒரு கொஞ்சம் வெயிட் பண்ணணும்னൊക്കെ പറഞ്ഞു ചെന്നു. ഇപ്പം നിങ്ങൾക്ക് ഒരു ഇത് തമിഴിലൊന്ന് റൈറ്റ് പണി കൊടുക്കുമാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എന്നിട്ട് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു പ്രൊഫസറെ സെറ്റ് ചെയ്ത് ഈ സ്ക്രിപ്റ്റ് അങ്ങോട്ട് റെഡിയാക്കി. എൻ്റെ സമയം മോശം കൊണ്ടാണെന്ന് തോന്നുന്നു. അത് കൊടുത്ത് സ്ക്രിപ്റ്റ് കൊടുത്ത് അടുത്ത ദിവസം ഇദ്ദേഹത്തിൻ്റെ അപ്പ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടോ, ബമ്പർ ഹിറ്റായി, ബമ്പർ ഹിറ്റായി. അപ്പോൾ ആ പടത്തിന് എന്നെ വിളിച്ച് പറഞ്ഞു, സാർ പടം കാണണം, ഇവിടെ പടമില്ല, റിലീസില്ല, മധുരയിലുണ്ട്. അങ്ങനെ ഞാൻ നമ്മളൊരു ടീമായിട്ട് മധുരയിൽ പോയി സിനിമയൊക്കെ കണ്ട്, മനസ്സിലായില്ലേ, ക്ഷേത്രത്തിലൊക്കെ പോകാൻ ആ പ്ലാൻ ചെയ്ത് അവിടെ പോയി മധുരയിൽ പോയി സിനിമയൊക്കെ കണ്ട് പുള്ളി പറഞ്ഞു ഓക്കെ. പിന്നെ എപ്പോഴും വിളിക്കും, ഞാനും വിളിക്കും, അങ്ങോട്ട് വിളിക്കും, നല്ല കമ്പനിയിലിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു ഉടനെ പുള്ളി ഈ പടം ഹിറ്റായപ്പോൾ ഇത് മലയാളത്തിൽ, തെലുങ്കിൽ, കന്നഡയിലൊക്കെ റീമേക്ക് ചെയ്യേണ്ടി വന്നു. മലയാളത്തിൽ ചെയ്തതാണ് മധുരമിട്ടായി, ജയറാം അഭിനയിച്ച പടം മധുരമിട്ടായി. അപ്പോൾ അങ്ങനെ റീമേക്ക് ചെയ്യണ സമയം അത് കഴിഞ്ഞ് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. റീമേക്ക് ചെയ്യുക അതിൻ്റെ കുറേ വെയിറ്റിങ്ങിലിരുന്ന് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് പേട്ട എന്ന് പറഞ്ഞ രജനീകാന്തിൻ്റെ പടത്തിൽ 100 ദിവസം ഡേറ്റ്, അതിൽ അഭിനയിക്കാൻ എനിക്കങ്ങ് ഭ്രാന്ത. എൻ്റെ സ്ക്രിപ്റ്റ് കൊണ്ടിരിക്കണം, എനിക്ക് ഭ്രാന്തായി. ഞാൻ പറയും സാറേ പറ്റില്ലെങ്കിൽ ആ സ്ക്രിപ്റ്റ് ഞാൻ കൊടുത്തു വിടാൻ പറഞ്ഞു. ഒരു ക്ഷമിക്കട്ടെ, നമ്മളിങ്ങനെ ഒരു പോകണ്ടേ അത്. അപ്പോൾ അത് പോയപ്പോൾ എത്ര 6 മാസം 1 വർഷമായി. നമ്മുടെ ലൈഫ് ഇങ്ങനെ ഇതിനു വേണ്ടി ഈ സ്ക്രിപ്റ്റ് എഴുതാൻ തന്നെ ഞാൻ എറണാകുളത്ത് പോയിരുന്നു. 2-3 വർഷം ഇതിനു വേണ്ടി മെനക്കെട്ടാണ്. പൃഥ്വിരാജിനായതുകൊണ്ടേ, പൃഥ്വിരാജായതുകൊണ്ട് നമ്മൾ ഭയങ്കര കെയറായിട്ട് ഇത് എഴുതി 2-3 പേര് ഇരുത്തി ചിലവും കൊടുത്ത് എഴുതി. എത്ര ലക്ഷം രൂപ എനിക്ക് ചിലവായെന്നറിയോ ആ സ്ക്രിപ്റ്റ്. ഇപ്പോഴും ഇരിപ്പുണ്ട്, വെറും 150 പേജ്, ലക്ഷങ്ങൾ ഉപേക്ഷിച്ചില്ല. ചെയ്യും ഞാൻ ഇനിയൊരു പടം മലയാളത്തിൽ ചെയ്യുമെങ്കിൽ അത് ഇത്തിരി ഓടുമെങ്കിൽ ഈ പടം ചെയ്യും. അതിനാണ് ഞാൻ ആ പടം വലിയ ബഡ്ജറ്റാണ്, ചെറിയൊരു പടം ചെയ്യാമെന്ന് വെച്ചാൽ. അതിൽ ഒരു നല്ല ബോഡി ബിൽഡർ ആർട്ടിസ്റ്റ് വേണം. അത് കഴിഞ്ഞ് ഭാഗ്യം വരണം, ഒരു ടീം വന്നു, നമുക്ക് ഈ പടം മലയാളത്തിലും തമിഴിലും ശ്രീലങ്കയിലും ചെയ്യാമെന്ന് പറഞ്ഞു. ശ്രീലങ്കയിൽ ആർട്ടിസ്റ്റൊക്കെ ഉണ്ട്, നമുക്ക് ഇവിടെ 3 ഭാഷയിൽ ചെയ്യാം. എന്നെ ഇവിടുന്ന് ശ്രീലങ്കയിൽ കൊണ്ടുപോയി. അങ്ങനെ ഒരു 25 ദിവസം ശ്രീലങ്കയിലായിരുന്നു. ശ്രീലങ്കയിൽ അവിടെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, അവിടെ ഷൂട്ട് ചെയ്യാം. അവിടെ ചെന്ന് കുമാരതുങ്കി അങ്ങനെയുള്ള കുറേ പഴയ നടന്മാരൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ കണ്ടു. അവരുമായിട്ടൊക്കെ സ്ഥിരം പാർട്ടിയും കുറേ നടന്മാരെ കണ്ടു. അവിടെ വലിയ നടന്മാർക്ക് വലിയ കാര്യമില്ല. അങ്ങനെ ശ്രീലങ്കയിലെ നടന്മാരുമായിട്ടൊക്കെ കുറേ ദിവസം അടിച്ച് പൊളിച്ച് പാർട്ടിയൊക്കെ നടത്തി. അവിടെ നിന്ന് നേരെ ബഡ്ജറ്റൊക്കെ ഇട്ട് കൊടുത്തു, ചെറിയൊരു ടോക്കണൊക്കെ തന്നു. അവിടെ നിന്ന് നേരെ ശ്രീലങ്കൻ ബഡ്ജറ്റ് കുറവാണ്, തമിഴിനാണ് കൂടുതൽ കാശ്, അവർ കുറച്ച് പൈസ, പക്ഷേ അവരുടെ 3-4 ആർട്ടിസ്റ്റിനായിട്ട് റീമേക്ക് ചെയ്യാൻ ചെയ്യണം. അങ്ങനെയാണ് പൈസയൊക്കെ അഡ്വാൻസൊക്കെ ചെറിയ അഡ്വാൻസൊക്കെ വാങ്ങിച്ചിട്ട് നേരെ അവിടെ നിന്ന് ട്രിവാൻഡ്രം എയർപോർട്ടിൽ വന്നിറങ്ങി. 5 ദിവസം കഴിഞ്ഞപ്പോൾ കോവിഡായി. നമ്മുടെ സമയദോഷം എന്ത് പറയാം. പക്ഷേ ഈ സ്ഥലമൊക്കെ കാണാൻ പറ്റിയെന്നുള്ള മിച്ചം. ശ്രീലങ്കയിൽ പോകണമെങ്കിൽ 2-3 ലക്ഷം രൂപ പോകാൻ പറ്റും. അവിടെ പോയി 10 ദിവസം നിൽക്കാൻ, അതൊക്കെ നടന്നു.